വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് നമുക്ക് അടിപൊളി ഒരു കുറുമ ഉണ്ടാക്കിയാലോ? വെറും 3 ചേരുവ മാത്രം മതിയേ ഇതിന്. അതിനായി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 ക്യാരറ്റ്, ഒരു 4 ഉരുളക്കിഴങ്ങ്, ഒരു 5-6 പച്ചമുളകും. പിന്നെ വേണ്ടത് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് നമ്മൾ ഫ്രോസനാണ് വാങ്ങിയത്. അതാവും വേവിക്കേണ്ട ആവശ്യമില്ല. വെന്തത് തന്നെ ഫ്രോസൺ ആക്കിയതാണെന്ന് തോന്നുന്നു. ഈ കറിക്ക് ഇങ്ങനത്തെ ഒരു ഗ്രീൻ പീസ് തന്നെ വേണം. കാരണം നമുക്ക് വലിയ വലിയ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ കളറും രുചിയും എല്ലാം ഒത്തിണങ്ങിയിട്ട് വേണമെങ്കിൽ ഈ കടല തന്നെ എടുക്കണേ. കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് മാറ്റി വെക്കണേ. പിന്നെ വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മളെ പച്ചക്കറിയെല്ലാം നല്ലവണ്ണം കഴുകി തൊലികളിന്ന് വീണ്ടും നന്നായി കഴുകി വൃത്തിയാക്കണേ. ഇങ്ങനെ ഒരു കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അത്രയ്ക്ക് ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. ഏത് ഹോട്ടലിൽ പോയാലും ഒരു പ്ലേറ്റ് ഈ കറി വാങ്ങാതിരിക്കില്ല. ഇത് ചപ്പാത്തിക്കും പൊറോട്ടക്കും പൂരിക്കും എല്ലാം പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അങ്ങനെ നമ്മൾ ക്യാരറ്റിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാം നന്നായി തൊലിയെല്ലാം കളഞ്ഞു വീണ്ടും നല്ലവണ്ണം കഴുകണേ. സ്കൂളൊക്കെ തുറന്നില്ലേ, ഇനി കുട്ടികളെല്ലാം കുറച്ച് പച്ചക്കറിയെല്ലാം കഴിക്കണമെങ്കിൽ ഇങ്ങനെയുള്ളൊരു കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ. തലേന്ന് എല്ലാം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെയുള്ള ഗ്രീൻ പീസും വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കറി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അപ്പമോ പൂരിയോ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ സ്കൂളിലേക്ക്. നാളെ എന്ത് കറി വെക്കും എന്ന് ചിന്തിച്ചിട്ടും നിൽക്കണ്ട. ഈ ഒരു പേക്ക് വാങ്ങിയാൽ തന്നെ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. കുറേശ്ശെ എടുത്താൽ മതി. ഇത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണേ. ഗ്രീൻ പീസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കറി ഉണ്ടാക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. പച്ചക്കറി വെച്ചിട്ട് നമുക്ക് പല മോഡൽ കറികളും ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേക തരം ഒരു രുചിയാണ്. അതിനൊരു സീക്രട്ട് സാധനം ഞാൻ ലാസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ ഇത് സ്ക്വയറായിട്ട് അരിഞ്ഞെടുക്കണേ. ഉരുളക്കിഴങ്ങും ക്യാരറ്റും നല്ല സ്ക്വയറായിട്ട് ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം. എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടും. കുക്കറിലിട്ട് വേവിക്കണമെന്നൊന്നുമില്ല. അഥവാ കുക്കറിലിടുന്നെങ്കിൽ ഒരു വിസിൽ മാത്രം മതി. അടിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ കറിയുടെ ലുക്കും രുചിയും എല്ലാം മാറിപ്പോവും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെൽ ബട്ടനും കൂടി അമർത്തിയേക്കണേ. പിന്നെ ലൈക്കും കമൻറ്റും എല്ലാം ചെയ്തേക്കണേ. ഇങ്ങനെയുള്ള കറികളൊന്നും വെച്ചാൽ നമ്മളെ വീട്ടിൽ ബാക്കി വരാറേ ഇല്ല. ആദ്യമൊന്നും കുട്ടികളൊന്നും കഴിക്കാറില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നല്ലവണ്ണം കഴിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും മാത്രമേ ഉള്ളൂ. അത് വെച്ച് തന്നെ ഉണ്ടാക്കിയിട്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ കോളിഫ്ലവറും കൂടി ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിന് അധികം മുളകും മല്ലിയും ഒന്നും ചേർക്കുന്നില്ലേ. നമ്മളൊന്നും കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെയുള്ള കറികളൊന്നും നമ്മളൊന്നും കൂട്ടിയിട്ടൊന്നുമില്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം നല്ല ഭാഗ്യമാണ്. അവർക്കൊന്നും വിഷമമൊന്നും അറിയണ്ട. പിന്നെ എല്ലാ ലോക കാര്യങ്ങളും അറിയാം ഒരു ഫോണുണ്ടെങ്കിൽ. അങ്ങനെ നമ്മളൊരു കുക്കർ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തത് നെയ്യാണ്. പശു നെയ്യ് 1 ടേബിൾ സ്പൂൺ. അതെന്തായാലും ചേർത്ത് കൊടുക്കണേ. അതാണ് ഈ കറിയുടെ പ്രത്യേകത. അങ്ങനെ വെളിച്ചെണ്ണയും പശു നെയ്യെല്ലാം നന്നായി ചൂടായി വന്ന ശേഷം നമ്മൾ ചേർത്ത് കൊടുത്തത് പൊടിയായി അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ്. അത് നന്നായി വഴറ്റി കൊടുത്തു. ഇഞ്ചി നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. നിങ്ങൾക്കരുത് എന്തിനാണ് ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. ഇത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. പാചകം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അറിയുന്നവർക്ക് അത് ഒരു നിസ്സാരമായിരിക്കും. അറിയാത്തവർക്ക് എളുപ്പമേ അല്ല. നമ്മളൊക്കെ തന്നെ കുറേ ട്രൈ ചെയ്തിട്ട് ഓരോ സാധനവും നല്ലവണ്ണം പഠിച്ചെടുത്തത്. ഇപ്പോൾ എല്ലാം ഈസിയാണ്. ഏത് ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞാലും പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഏത് തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാൻ ഇപ്പോൾ എനിക്ക് എളുപ്പമാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരും പഠിച്ചെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പെണ്ണുങ്ങൾ മാത്രമല്ല കുക്കിംഗ് പഠിക്കേണ്ടത്, ആണുങ്ങൾ പ്രത്യേകം പഠിച്ചിരിക്കണം. ദൂരെ നാട്ടിലെല്ലാം പോയി ജോലി ചെയ്യുന്നവരെല്ലാം പ്രത്യേകം ഇങ്ങനത്തെ കറിയെല്ലാം പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മളെ പച്ചക്കറിയെല്ലാം നന്നായി വഴറ്റി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഒറ്റൊരു വിസിൽ മതിയേ. ഞാൻ പറഞ്ഞതുപോലെ ഒരേ ഒരു വിസിൽ മതി. അധികം വെന്ത് പോയാൽ പിന്നെ കറിൻ്റെ തനതായ രുചി കിട്ടൂല.
അങ്ങനെ ഒരു വിസിൽ വന്ന് അതൊക്കെ വെന്ത് ഇതാ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഉടനെ പോകാതെ കിട്ടിയിട്ടില്ലേ. പിന്നെ അതിലേക്ക് നമ്മളിതാ കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം മാത്രം മതി അതുകൂടി വെന്ത് കിട്ടാൻ. അതും ഉടനെ പോകാതെ തന്നെ കിട്ടും. ഇതും ഒക്കെ എല്ലാം ഒന്നായി വെന്ത് വന്നാൽ നമ്മൾ പറഞ്ഞില്ലേ ഒരു സീക്രട്ട് ഉണ്ടെന്ന്, നല്ല സ്മെല്ല് നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുമ്പോൾ കിട്ടാറുണ്ട്. ഒരല്പം കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തപ്പോൾ വേറൊരു നല്ല സ്മെല്ലാണ് ഉണ്ടായത്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലക്ക് പകരം മല്ലിയിലായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ടാണ് കറിവേപ്പില ചേർത്തത്. പിന്നെ അവസാനമായി ഇട്ട് കൊടുത്തത് കുറച്ച് കുരുമുളക് പൊടിയാണ്, വളരെ കുറച്ച് മതി. പിന്നെ നമ്മൾ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തത്. ഒരു വലിയ തേങ്ങയുടെ കട്ടിപ്പാൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറുമ നന്നായി കുറുകി വരണമെങ്കിൽ ആ തേങ്ങാപ്പാലിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കണേ. കോൺഫ്ലവർ നന്നായി മിക്സ് ചെയ്യണേ, എന്നാലേ നന്നായി കുറുകി വരൂ കുറുമ. ഇപ്പോൾ കണ്ടോ, എല്ലാം നന്നായി തിളച്ച് വരുന്നു, നല്ല കുറുകി വരുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയൊക്കെ സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഉണ്ടാക്കി നോക്കി കുട്ടികൾക്ക് കൊടുത്തോളൂ. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടും. കറിയൊക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? എന്നാൽ നമ്മളെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നു. ടാറ്റാ, ബൈ ബൈ.